മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്. അല്ല, ഇവിടെ എന്തോ ഒരു വെളിപാടുണ്ടാവാൻ പോണൂന്ന് കേട്ടു. ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്. അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? എന്തോ എന്താ 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 നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ആഹാ, ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാല്ലേ? ശാലിനി, ശാലിനി. എന്താ വരുന്നു. നാളെ അല്ലേ രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്? നീ സ്കൂളിൽ പോണം. എനിക്ക് തൃശ്ശൂരിൽ കോൺഫറൻസിന് പോണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കാണെ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ. ഒന്നും പറയണ്ട, നീ തന്നെ പോണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ. അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്താന്ന് വെച്ചാ ചെയ്യ്. ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തോ നാടാ ഇത്. ഹേ മോം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോൾ സാറിൻ്റെ അവിടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി. ചേട്ടാ, ബസ് വരാറായി, ഞാൻ പോവാ. ഞാനും വരുന്നു. എടാ, നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ. ആദ്യം അവൻ പല്ല് തേച്ചോന്ന് ചോദിക്കും. അതൊക്കെ അവൻ അറിയാം. എടാ രാഹുലെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂ വെയിലും ആണോ? അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്. ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ടല്ലോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.
ഓ വന്നോ? എന്താ ലേറ്റ് ആയത്? സാർ കോച്ചിങ്. നന്നായി. കോച്ച് നടന്നോ? ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് a plus b the whole square? അഞ്ജു, വാട്ട് ഇസ് a plus b the whole square? Repeat the question, sir. Get out. Thank you, sir. ഫ്രെഡി. സാർ a+b+. നല്ല കോച്ചിങ്. രാഹുൽ. സാർ a² + b² മതി മതി. ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ. Sir, a² + 2ab + b². വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്. എന്താണ് അവിടെ? ഒന്നുമില്ലടാ. അളയാ അളയ ഒരു സെൽഫി ഇടറാ. ശരി. എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി. ഇതാണോ പരിപാടി? നിന്റെ പാരൻസിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഹലോ. ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ? അതെ. ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ? അല്ല, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അറിയാതെ എങ്ങാനും ബാഗിൽ. അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. അമ്മ ഞാൻ ഇപ്പോൾ വരാം, ഫ്രെഡിയുടെ വീട്ടിൽ പോകണം. നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അതിനെന്താ, ഞാൻ ഉടനെ വരാം. നീ ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്ന് വെച്ചാ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്നല്ലേ പറഞ്ഞേ. അതെന്താ ഞാൻ പോയാലെന്ന്? എടാ ഫ്രെഡി, നീ കാര്യം പറയടാ. സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പോൾ തരാം? സാധനം തരും. ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല. എടാ, കാശ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ. മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാശ് ഉണ്ടെങ്കിലേ കാര്യം നടക്കും. അളിയാ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പം ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ? നീ എന്താടാ ഫോണിൽ പറഞ്ഞത്? ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? മക്കളെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്? നാശം. വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം. അമ്മേ, അച്ഛാ. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്ന് തലകറങ്ങിയതാ. അതൊന്നും അല്ല, ചേട്ടൻ അമ്മമ്മയെ പിടിച്ച് തള്ളിയതാ. രാഹുലേ, രാഹുലേ, എന്താടാ ഇത്? ഇങ്ങിതാ. അളിയാ, ഫ്രെഡിയാടാ. ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല. എടാ, നിന്നെ ഞാൻ. അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം. ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ. ഇനി എന്റെ കുറ്റം. ഹലോ, രാഹുലല്ലേ? അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ? തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ്ഐയാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഞാൻ അവനെ കൊണ്ടുവരാം സാർ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോവല്ലേ. അയ്യോ അച്ഛ, വേണ്ട അച്ഛ. അവന് പോലീസിന് കൊടുക്കല്ലേടാ. അച്ഛാ, രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ട് പോവല്ലേ. അമ്മമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല. അച്ഛാ. എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
ഹൈ, കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണു. നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്. മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.